ഏർലി മോർണിംഗിൽ തന്നെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. സോ നമ്മുടെ സെഷനിൽ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഓൺ മീ എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം അല്ലേ? ഇന്ന് സെഷനിലേക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഫ് യു ആർ എക്സൈറ്റഡ് വി ക്യാൻ ഡു. താങ്ക് യു ഷിയ, താങ്ക് യു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ എന്താണ് സെഷൻ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, സോ നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. EFTയിൽ തന്നെ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. EFT എത്രത്തോളം നമ്മുടെ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കാൻ, നമ്മുടെ ലൈഫിൽ ഏതെല്ലാം രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കൊന്ന് മനസ്സിലാക്കാൻ പോവാം. റെഡിയാണോ? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. യെസ്, ലെറ്റ് മീ നോ. സോ EFT ഫോർ ചൈൽഡ്ഹുഡ് പാറ്റേൺ അവയർനെസ്, അതായത് നമ്മൾ ഇന്നത്തെ വിഷയം ഇതാണ്. നമ്മളുടെ ലൈഫിൽ EFT എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ചൈൽഡ്ഹുഡിലെ പാറ്റേൺ തിരിച്ചറിയുകയും അത് നമുക്ക് എങ്ങനെ ഒരു ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് എങ്ങനെ നോക്കാം. അതായത് ഇപ്പോഴും നമ്മളെന്ന് വെച്ചാൽ ഒരു 7 വയസ്സുകാരിയോ അല്ലെങ്കിൽ 5 വയസ്സുകാരനോ അല്ലെങ്കിൽ 4 വയസ്സുകാരനെ പോലെയൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് നമുക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചലഞ്ചസുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ you are ready and excited, just comment down RE എന്ന് കമന്റ് ചെയ്യുക. Just comment down RE. Okay, just comment down RE. നമ്മൾ കഴിഞ്ഞ ദിവസം സെഷൻ അറ്റൻഡ് ചെയ്തവരുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത ആൾക്കാർ ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, മീ എന്ന് കമന്റ് ചെയ്യുക, സെഷൻ അറ്റൻഡ് ചെയ്ത ആൾക്കാർ. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ കഴിഞ്ഞ ദിവസം? Hope you have learned a lot of lessons. Yeah. പിന്നെ ഒരു വർക്ക് ബുക്ക് ചെയ്തവരുണ്ടോ? നമ്മളുടെ ഓൾറെഡി നമ്മളുടെ കോഴ്സിൽ ചെയ്ത ആൾക്കാർ, ഞാനൊരു വർക്ക് ബുക്ക് നല്ല ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി, ആരെങ്കിലും അത് ഷെയർ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? വർക്ക് ബുക്ക് കിട്ടാത്തവരുണ്ടോ? ഒരു വർക്ക് ബുക്ക് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇന്നലത്തെ സെഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ കിട്ടി. ഓക്കെ ഷമീന, അത് ചെയ്തോ? അത് ഷമീന ഓക്കെ, കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കും. വേണമെന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? വേണമെന്നുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യാം? ഞാൻ നമ്പർ പറയാം, നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അയച്ചു തരാൻ പറ്റും. വേണം, ആ വർക്ക് ബുക്ക് വേണം എന്നുള്ള ആൾക്കാർ ശരത്, ക്യാൻ യു ക്രിയേറ്റ് എ ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ വർക്ക് ബുക്കിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം? ഓക്കെ, വർക്ക് ബുക്ക് നമുക്ക് കിട്ടാത്തവരുണ്ട്. വേണം എന്നുണ്ടോ? വേണം എന്നുള്ള ആൾക്കാർ യെസ് എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, കിട്ടിയിട്ടില്ല, വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഓക്കെ, വേണം. ഓക്കെ, യെസ്. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ലഭ്യമാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ മെസ്സേജ് അയക്കുക. ഓക്കെ, ശരത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യും, ലിങ്ക് ഒന്ന് ഇവിടെ ഷെയർ ചെയ്യും. അവരതിൽ ജോയിൻ ചെയ്തോട്ട് നമുക്കതിൽ എന്ത് ചെയ്യാൻ അയച്ചു കൊടുക്കാം. കൂടുതൽ കോണ്ടന്റുകളും സംഗതികളൊക്കെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ലഭ്യമാക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇന്നും നമുക്ക് ഇന്നത്തെ സെഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താ വെച്ചാൽ വർക്ക് ബുക്ക് ഉണ്ട്. ആ വർക്ക് ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എസ്പെഷ്യലി നിങ്ങൾ ഇതേപോലെ എന്താ വെച്ചാൽ ഹോം വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ. ഓക്കെ, അപ്പോൾ പറഞ്ഞ് വന്ന ടോപ്പിക്കിലേക്ക് വരാം. EFT ഫോർ ചൈൽഡ്ഹുഡ് പാറ്റേൺ അവയർനെസ്. ശരത്ത്, നമ്മുടെ ഗ്രൂപ്പിലെ സെഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കും കേട്ടോ. വൈ യു സ്റ്റിൽ റിയാക്ട് ലൈക്ക് എ 7-year-old ആൻഡ് ഹൗ ടു ഹീൽ ഇറ്റ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു 7 വയസ്സുകാരിയെ പോലെ അല്ലെങ്കിൽ 5 വയസ്സുകാരനെ പോലെ പ്രതികരിക്കുന്നത്? ഇതാണ് ടോപ്പ്. സോ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഏർലി ലൈഫിൽ നടന്നിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ് ഇപ്പോഴും നമ്മളുടെ പെരുമാറ്റത്തെ തീരുമാനിക്കുന്നത്.
നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്ന് തീരുമാനിക്കുന്നത് ചെറുപ്പകാലത്ത് എന്താണ് നടന്നത്. നമ്മുടെ ഉള്ളിൽ വലിയൊരാളുടെ ബ്രെയിൻ ആയിരിക്കും, പക്ഷെ ഉള്ളിൽ എന്താ വെച്ചാൽ ചിന്തിക്കുന്നത് എപ്പോഴും എന്താണ്, ചെറിയൊരു കുഞ്ഞു കുട്ടിയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇമോഷൻസ് വരുമ്പോൾ റിയാക്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ ആ ഒരു ഏർലി പ്രോഗ്രാമിംഗ് ഇപ്പോഴും നമ്മളുടെ അഡൾട്ട് ലൈഫിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. സോ ഈ ടോപ്പിക് എന്തുകൊണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. എസ്പെഷ്യലി മോസ്റ്റ് ഇമോഷണൽ റിയാക്ഷൻസ് ആർ നോട്ട് ഫ്രം നൗ, ദേ ആർ എക്കോസ് ഫ്രം ചൈൽഡ്ഹുഡ്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു സ്വഭാവത്തെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വിഷയത്തിൽ കുറച്ചുകൂടെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലെ നമ്മൾ ഇമോഷൻസ് സ്റ്റോർ ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ടോ? നിങ്ങൾ ദയവശരി മ്യൂട്ട് ചെയ്യാം കേട്ടോ, പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. അൺമ്യൂട്ട് ചെയ്ത് വെറുതെ ചുമ്മാ അൺമ്യൂട്ട് ചെയ്തിട്ടരുത്. ഓക്കെ, ഫൈൻ, താങ്ക് യു. സോ നമ്മളുടെ പറഞ്ഞത് എന്താണ്, നമ്മളുടെ ഈ ഒരു പെരുമാറ്റം, ഇപ്പോഴുള്ള നമ്മുടെ പെരുമാറ്റം, അത് ദേഷ്യമുള്ള ഒരാളാവാം. നിങ്ങൾക്ക് ദേഷ്യം എന്ന് പറയുന്ന വികാരം അല്ലാണ്ട് ഉള്ള ആൾക്കാരുണ്ടാവും. ചിലവർക്ക് പെട്ടെന്ന് ദുഃഖം വരുന്നുണ്ടാവും, ചിലർക്ക് വല്ലാണ്ട് വിഷമം വരുന്നവരുണ്ടാവും. നമ്മളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം, സ്വഭാവം, ക്യാരക്ടർ, മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതി, സംസാരിക്കുന്ന രീതി, അത് പലപ്പോഴും ഒരു എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. നമുക്കിപ്പോഴും എന്താ പറയുക, ദേഷ്യം വരുന്ന സമയത്ത് കുഞ്ഞു കുട്ടികളെ പോലെ വാശിയും ദേഷ്യവും വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാര രീതിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമുക്കിപ്പോഴും ആ ഒരു 4 വയസ്സുകാരനോ 5 വയസ്സുകാരൻ അല്ലെങ്കിൽ 7 വയസ്സുകാരൻ്റെയൊക്കെ പ്രായമാണ്. ആ സമയത്ത് കാണിക്കുന്ന ദേഷ്യം വാശിയൊക്കെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും അന്ന് വിഷമിച്ചിട്ടുള്ള ആ കുട്ടി ഇപ്പോഴും ആ വിഷമം മാറാതെ, സങ്കടം മാറാതെ ഉള്ളിൽ കിടപ്പുണ്ട്. സോ യുവർ ഇന്നർ ചൈൽഡ് ഹോൾഡ് ഓൺസ് ടു ഫിയർ, റിജക്ഷൻ, ഷെയിം. ഇതിൻ്റെ റീസൺ എന്താണ്? നമ്മുടെ ഇന്നർ ചൈൽഡ്, അന്നത്തെ പ്രായത്തിലുള്ള ആ ഒരു ചൈൽഡ്, അത് അനുഭവിച്ചിട്ടുള്ള പ്രായത്തിലുള്ള ചൈൽഡ് ഇപ്പോഴും അതിൽ നിന്ന് മുക്തമായിട്ടില്ല. ആ ഫിയർ, ആ റിജക്ഷൻ, ആ ഷെയിം ഉള്ളിൽ ഇപ്പോഴും അത് മുറിവായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ മുറിവിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വേദനിക്കുന്നത്. സോ അണ്ടിൽ യു ബ്രിങ് അവയർനെസ് ആൻഡ് ഹീലിംഗ്, നിങ്ങൾ അവയർനെസ്സും ഹീലിംഗും കൊണ്ടുവരാത്രത്തോളം കാലം യു വിൽ കീപ് റിപ്പീറ്റിംഗ് ദീസ് പാറ്റേൺസ് ഇൻ യുവർ റിലേഷൻഷിപ്പ്, വർക്ക് ആൻഡ് ലൈഫ്. ജീവിതത്തിൽ, നമ്മളുടെ വർക്കിൽ, നമ്മുടെ റിലേഷൻഷിപ്സിൽ നമുക്ക് ഇതേ പാറ്റേൺ എന്ത് ചെയ്യും, നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതേ പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്കിതിനെ ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാം. കോമൺ ചൈൽഡ്ഹുഡ് പാറ്റേൺ ബി സ്റ്റിൽ ക്യാരി. ഇപ്പോഴും നമ്മൾ ഉള്ളിൽ ക്യാരി ചെയ്ത് കിടക്കുന്ന, കൊണ്ട് നടക്കുന്ന ചില പാറ്റേൺസുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ളൊരു സെൽഫ് ഇമേജ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ പോരാ എന്ന തിങ്കിങ് എവിടെ നിന്ന് വരുന്നതാണ്? പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു പെർഫെക്ഷനിസത്തിൽ നിന്നാണ്. എന്താണ് ഈ പെർഫെക്ഷനിസം ഉണ്ടാവുന്നത്? പെർഫെക്ഷനിസം ഉണ്ടാവുന്നത് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. മാതാപിതാക്കൾ ഓവറായിട്ട് അത് വെച്ചാൽ കൺട്രോൾ ചെയ്തു. അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? പെർഫെക്ഷനിസം ഉണ്ടാകും. മാതാപിതാക്കൾ ഒരുപാട് കൺട്രോൾ ചെയ്തു. അപ്പോൾ അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതിൻ്റെ പുറത്ത് ഉണ്ടായി വരുന്ന ഡെവലപ്മെൻ്റ് ആണെന്ന് വെച്ചാൽ, ഞാൻ എത്ര ചെയ്താലും ഞാൻ ശരിയായിട്ടില്ല എന്നൊരു പേടി. കാരണം എപ്പോഴും അവർ തെറ്റുകൾ കണ്ടുപിടിക്കും, മാതാപിതാക്കൾ എന്തെങ്കിലും കുറവുകൾ കണ്ടുപിടിക്കും, എന്നിട്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ മാതാപിതാക്കളാവാം, സഹോദരങ്ങളാവാം, പ്രത്യേകിച്ച് ആരാണോ ആ സമയത്ത് ഒരു ഗാർഡിയനായിട്ട്, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ റെസ്പെക്റ്റോട് കൂടി നോക്കുന്ന ആൾക്കാർ, മക്കൾ, ആ ഒരു ഫീലിംഗ് ഇപ്പം നിങ്ങൾ ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് ക്യാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്ത് കൂട്ടുന്നുണ്ടാകും. ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് ഓക്കെ, ഐ എം നോട്ട് പെർഫെക്റ്റ്. മിസ്റ്റേക്സ് ചെയ്ത് കഴിഞ്ഞാൽ വഴക്ക് കിട്ടുക. അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഒരുപാട് പാമ്പറിങ് കിട്ടിയിട്ടുണ്ടാവും, കുറച്ച് കൂടുതലായിട്ട് പാമ്പറിങ്. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവുന്നതൊക്കെ നല്ല മോനാണ്, നല്ല മോളാണ്. സോ
എപ്പോഴും നല്ല മോനാവാൻ, നല്ല മോളാവാൻ. കാരണം അത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. അത് കേൾക്കുമ്പോൾ അപ്രീസിയേഷൻ ഒരുപാട് കേൾക്കണം. പല ആൾക്കാർക്ക് ഇപ്പോഴും ഒരുപാട് അഭിനന്ദനങ്ങൾ ആവശ്യമുണ്ട്. ശരിയാണോ? ഒരുപാട് പേർക്ക് ഇപ്പോഴും അഭിനന്ദനങ്ങൾ ആവശ്യമുണ്ട്. ആ അഭിനന്ദനങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ആ ഒരു ആവശ്യം അല്ലാണ്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലമാണ്. അഭിനന്ദനങ്ങൾ വല്ലാണ്ട് ആവശ്യമായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിക്കും. നെക്സ്റ്റ് എന്താണ്? ഐ വിൽ ബി അബാൻഡൻഡ്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഞാൻ അവഗണിക്കപ്പെടും എന്നുള്ള പേടിയാണ് എപ്പോഴും. അങ്ങനെയുള്ള ആൾക്കാർ പീപ്പിൾ പ്ലീസിങ് സ്വഭാവമുള്ളവരായിരിക്കും. അതായത് എനിക്ക് സ്നേഹം കിട്ടില്ല, എന്നെ ഒറ്റപ്പെടുത്തും, അല്ലെങ്കിൽ എനിക്ക് ആ പ്രോപ്പറായിട്ടൊരു സ്നേഹം കിട്ടാത്ത ഒരു ഫാമിലി സിറ്റുവേഷനാണ് ഉണ്ടായത് എങ്കിൽ അവിടെ ആ കുട്ടിക്ക് ഫീൽ ചെയ്യുക എന്നെ മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ റിജക്ഷൻ ഉണ്ടായി, ഒറ്റപ്പെടുത്തി, പരിഗണിച്ചില്ല, ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാൾ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഫീലിംഗ് ഉണ്ടാവുക ഐ വിൽ ബി അബാൻഡൻ, ഞാൻ ഒറ്റയ്ക്കായിരിക്കും, എനിക്കാരും ഉണ്ടാവില്ല, എന്നെ ഒറ്റപ്പെടുത്തും. അങ്ങനെയുള്ള ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്ന സ്വഭാവത്തിൽ നിന്ന് ഡെവലപ്പായി വരും. ഇവർക്ക് ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്ഷനിസം ഡെവലപ്പ് ആവും. ഐ വിൽ ബി അബാൻഡൻ എന്ന് പറയുന്ന പാറ്റേൺ ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ പീപ്പിൾ പ്ലീസിങ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പലതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കും. സ്വന്തം ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ആഗ്രഹങ്ങളോ ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. നെക്സ്റ്റ്, ഐ ഡോണ്ട് മാറ്റർ. ഐ ഡോണ്ട് മാറ്റർ, ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഫീൽ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് സംഭവിക്കുക, ഓവർ അപ്പോളജൈസിങ് സ്വഭാവം ഉണ്ടാവും. ചെയ്യാത്ത തെറ്റുകൾക്ക് വരെ സോറി പറയും. പലതിനും സോറി പറയുന്ന സ്വഭാവം. നിങ്ങൾ ഒരാളോട് സംസാരിച്ചിട്ട് ശരിയാണെന്ന് നിങ്ങൾക്കറിയാം, അങ്ങനെയാണ് പറയേണ്ടത് നിങ്ങൾക്കറിയാം, എന്നിട്ട് പിന്നെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക? ഓവറായിട്ട് അപ്പോളജൈസ് ചെയ്യുക, സോറി പറയുക. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻ മാറ്റർ അല്ല, നിങ്ങൾ മാറ്റർ അല്ല എന്നുള്ള പാറ്റേൺ നിങ്ങളുടെ ഉള്ളിൽ റൺ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ മസ്റ്റ് പ്രൂവ് മൈ സെൽഫ്. എൻ്റെ ലൈഫ് ഞാൻ പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് വരിക. ഒരുപാട് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഐ മസ്റ്റ് പ്രൂവ് മൈ സെൽഫ്. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വർത്ത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രൂവ് ചെയ്യണം. അതിനെന്താ സംഭവിക്കുക? ക്രോണിക് ഓവർ വർക്കിംഗ്, ഒരുപാട് കൂടുതൽ വർക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് വർക്കാഹോളിക്കായിട്ട് മാറും. കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്ന, രാവിലെ പകല വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. കാരണം എന്താ? ഐ മസ്റ്റ് പ്രൂവ് മൈ സെൽഫ്. അല്ലെങ്കിൽ കമ്പാരിസൺ ഉണ്ടായി വീട്ടിൽ, സഹോദരനും സഹോദരി നല്ല രീതിയിൽ സ്നേഹം കിട്ടി, സഹോദരൻ അത്ര സ്നേഹം കിട്ടിയില്ല. അത് സഹോദരൻ എന്താ ഒരു ജലസി ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? സഹോദരൻ ആ ഒരു മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൂടുതൽ പഠിക്കുക, കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഉണ്ടാവാം. നേരെ തിരിച്ചും ഉണ്ടാവാം. സഹോദരന് കൂടുതൽ സ്നേഹം കൊടുത്തു, അപ്പോൾ ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് നന്നായിട്ട് പഠിക്കുന്ന സഹോദരൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, എല്ലാം ഓവറായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുക. ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. ഞാൻ നല്ലതാണ്, ഞാൻ ഉഷാറാണ്, ഞാൻ ബെറ്ററാണ്, സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. ഇത് വളർന്നു വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. എന്തിനാണ്? ഞാൻ വർക്ക് ചെയ്തിട്ട് നാട്ടുകാരുടെ മുൻപിൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടണം, എൻ്റെ ഭാര്യയുടെ മുമ്പിൽ അപ്രീസിയേഷൻ കിട്ടണം, മറ്റുള്ളവരുടെ മുമ്പിൽ അപ്രീസിയേഷൻ കിട്ടണം. വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, പൈസ ഉണ്ടാക്കും, പൈസ നഷ്ടപ്പെടും. വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം, ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യില്ല, ആ സൈക്കിളിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയില്ല. നെക്സ്റ്റ്, ലവ്. സ്നേഹത്തിന് ലവ് ഈസ് ഈക്വൽ ടു പെയിൻ എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ട് ചിലർക്ക്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദന നിറഞ്ഞതാണ്. സ്നേഹം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഇതിനു മുൻപ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേദന നിറഞ്ഞതാണ്, ഇൻസെക്യൂരിറ്റി നിറഞ്ഞതാണ്. നമ്മുടെ സ്റ്റുഡൻറ്റ് പറഞ്ഞതാണ്, സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസപ്പോയിൻമെൻ്റ് ആണ്, അതേപോലെ തന്നെ അതിൽ പെയിൻഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അത് പരാജയത്തിലേക്ക് നയിക്കും. അങ്ങനെയുള്ള ഫീലിംഗ് പോലൊരു സംഗതിയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു പെയിൻ.
കാരണം സ്നേഹം ഇതിനു മുൻപ് അനുഭവിച്ചതിന് ശേഷം പെയിൻ അനുഭവിച്ചിട്ടുണ്ടാകാം, പ്രണയത്തിലേക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ പ്രണയത്തിലേക്ക് പോയിട്ട് ബ്രേക്കപ്പ് ആയി, ഇല്ലാതെ ബാധിച്ചിട്ടുണ്ടാകാം. സ്നേഹം കിട്ടി പെട്ടെന്നത് നഷ്ടപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ സ്നേഹം കിട്ടി ഫുള്ളായിട്ട് കിട്ടാത്ത അവസ്ഥ, അവരാഗ്രഹിച്ചതുപോലെ കിട്ടാത്ത അവസ്ഥ. സോ അതെന്താവും, ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് മാറും. ലവ് ഈസ് ഈക്വൽ ടു പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ടോക്സിക് റിലേഷൻഷിപ്സ് ഉണ്ടാകും. ആളുടെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും, എപ്പോഴും ടോക്സിക് ആയിരിക്കും, ഡേഞ്ചറസ് ആയിരിക്കും. സോ ദീസ് ആർ ഇൻ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്. ഇതൊന്നും എന്തല്ല, പെർഫെക്ഷനിസം ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് അല്ല, പീപ്പിൾ പ്ലീസിങ് ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് അല്ല, ഓവർ അപ്പോളജൈസ് ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് അല്ല, ഒരു പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതകളല്ല. മറിച്ച് അതെല്ലാം എന്താണ്, ഇമോഷണൽ പാറ്റേൺസ് ആണ്. ഈ ഇമോഷണൽ പാറ്റേൺസ് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. സോ എങ്ങനെയാണ് EFT ഒരു ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്തിട്ട് നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റുക? ഈ ഒരു പാറ്റേൺസ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. പാറ്റേൺസ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് പുറത്ത് കിടക്കാൻ കഴിയില്ല. ഒരിക്കലും തിങ്ക് ചെയ്തിട്ട് പുറത്ത് കിടക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് തിങ്ക് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ലോജിക്കലി ഇങ്ങനെ സംഭവിച്ചത് ഇന്നതുകൊണ്ടാണ്, ഇന്ന സംഭവിച്ചത് ഇന്നതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി. അപ്പം എന്നിട്ട് ലോജിക്കലി അതിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് പുറത്തു കിടക്കാൻ കഴിയില്ല. കാരണം സമാധാനത്തിൽ പീസ് കണ്ടെത്തണം. ഉള്ളിൽ പീസ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് അന്ന് സംഭവിച്ചിട്ടുള്ള ഇൻസിഡൻറ്റിലേക്ക് പോയിട്ട് ആ കുട്ടിയെ ആ ഒരു ഇൻസിഡൻറ്റ് മനസ്സിലേക്ക് എടുത്തിട്ട് ആ ഒരു ഇതേ മൊമെൻറ്റിൽ പോയിട്ട് അത് ഹീൽ ചെയ്ത് തെറാപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. എന്നിട്ട് ആ ഒരു അതിൻ്റെ ഇമോഷൻസ് റിലീസ് ചെയ്യണം. അതേപോലെ തന്നെ ആ ഒരു പെയിൻ ക്ലിയർ ചെയ്ത് പോകണം. സോ വി കനോട്ട് തിങ്ക്, ബട്ട് വി ഹാവ് ടു ഫീൽ അവർ വേ ടു ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഇതിൽ ഫീൽ ചെയ്യണം. അതിന് ഇന്നർ ചൈൽഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹീൽ ചെയ്യണം. നമ്മുടെ ഉള്ളിൽ ഉള്ള ഇന്നർ ചൈൽഡ്, കുഞ്ഞു കുട്ടിയുണ്ട് ഉള്ളിൽ. ആ കുഞ്ഞു കുട്ടിയെ വിഷമിക്കുന്ന കുട്ടിയുണ്ട് എപ്പോഴും. ആ കുട്ടി എന്ത് ചോദിച്ചാൽ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. ആ കുട്ടി എന്ത് ചെയ്യണം, നമുക്ക് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. സോ EFT ഹെൽപ്സ് ആക്സസ് ദ ബോഡി ആൻഡ് മെമ്മറി ആൻഡ് റിലീസ് ഓൾഡ് ഇമോഷണൽ ചാർജ്. അല്ലേ, EFT എന്ത് ചെയ്യും, ആക്സസ് ദ ബോഡി മെമ്മറീസ് ആൻഡ് പ്ലസ് റിലീസ് ഓൾഡ് ഇമോഷണൽ ചാർജ്. EFT ഓൾഡ് ബോഡി മെമ്മറീസിനെ ആക്സസ് ചെയ്യും ആൻഡ് അതിലുള്ള ഇമോഷണൽ ചാർജിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ടാപ്പിങ്. ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത്. സോ വെൻ വി ടാപ്പ് വൈൽ നെയിമിംഗ് ദീസ് പാറ്റേൺസ് വി ക്രിയേറ്റ് ന്യൂ പാത്വേസ് ഓഫ് സേഫ്റ്റി. അപ്പോൾ നമ്മളുടെ ഈ ടാപ്പിംഗ് ചെയ്തിട്ട് ആ ഒരു കുഞ്ഞു കുട്ടിയെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ആ ഇമോഷണൽ മെമ്മറീസിലേക്ക് പോയിട്ട് എന്നിട്ട് ആ ഓരോ മൊമെൻറ്റും എടുത്തിട്ട് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇമോഷണൽ ചാർജ് റിലീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുതിയ പേരുകൾ നൽകി അതിനിപ്പോൾ ഉണ്ടായിരുന്ന പേരിന് പകരം പുതിയ പേര്. ഇപ്പോൾ ഉള്ള പേരെന്താണ്, ഇപ്പം നമ്മൾ കാണുന്ന നെയിം എന്താണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്ന സംഗതി എന്താണ്, ഇതാണ്. ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളതിന് പകരം അതിന് നേരെ ഓപ്പോസിറ്റ് റീവയറിങ് ചെയ്യുക. ഐ ആം ഗുഡ് ഇനഫ്, ഐ ആം ഗുഡ് ഇനഫ്, ഐ ആം ഗുഡ്, ഐ എം റിയലി അമേസിങ്, ഐ എം എ ഗുഡ് സോൾ എന്നുള്ള വാക്കുകൾ പറയും. ഐ വിൽ ബി അബാൻഡൻ എന്ന് പറയുന്നതിന് പകരം ഐ ആം സേഫ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം ലവ്ഡ്. ഐ ആം സേഫ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം ലവ്ഡ്. ഐ ഡോണ്ട് മാറ്റർ എന്ന് പറയുന്നതിന് പകരം ഐ മാറ്റർ, ഐ ആം ഇമ്പോർട്ടൻറ്റ്, മൈ വേർഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ്, മൈ കമ്മ്യൂണിക്കേഷൻ ഈസ് റെസ്പെക്റ്റഡ്, ഐ ആം റെസ്പെക്റ്റഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം ലവ്ഡ്. ഇങ്ങനെയുള്ള വാക്കുകൾ പറയും. ഐ മസ്റ്റ് പ്രൂവ് മൈസെൽഫ് എന്ന് പറയുന്നതിന് പകരം ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു പ്രൂവ്, എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഐ ആം ഓൾറെഡി സക്സസ്ഫുൾ, ഐ ആം ഓൾറെഡി കംപ്ലീറ്റ്, ഐ ആം പെർഫെക്റ്റ് ദ വേ ഐ ആം, ഐ അക്സെപ്റ്റ് മൈസെൽഫ് കംപ്ലീറ്റ്ലി ആസ് ദ വേ ഐ ആം, ഐ ആം ബ്യൂട്ടിഫുൾ ആസ് ദ വേ ഐ ആം, ഐ ആം അമേസിങ് ആസ് ദ വേ ഐ ആം. ഇത്തരത്തിലുള്ള വാക്കുകൾ എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗിച്ചിട്ട് അതിനെ തിരുത്തി വേറൊരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാം കേട്ടോ. ലവ് ഈസ് ഈക്വൽ ടു പെയിൻ എന്ന് പറയുന്നതിന് പകരം ലവ് ഈസ് ഈക്വൽ ടു പീസ്, ലവ് ഈസ് ഈക്വൽ ടു ഹാപ്പിനെസ്, ലവ് ഈസ് ഈക്വൽ ടു പ്ലഷർ, ലവ് ഈസ് ഈക്വൽ ടു, മനസ്സിലാവട്ടെ, ഇങ്ങനെയുള്ള നല്ല റൈറ്റ് വേർഡ്സുകൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ലവ് ഈസ് ഈക്വൽ ടു സേഫ്റ്റി, ലവ് ഈസ് ഈക്വൽ ടു ലവ്, അങ്ങനെയുള്ള ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡുകൾ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സേഫ്റ്റി ക്രിയേറ്റ് ചെയ്യുന്നു, പാത്വേസ് ഓഫ് സേഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ. ഇതിൻ്റെ ഒരു ഔട്ട്കം എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങും. ഉള്ളിലുള്ള മുറിവ് ഉണങ്ങുന്നതോട് കൂടിയിട്ട് നമ്മൾ പിന്നീട് എന്ത് ചെയ്യില്ല, ആരെങ്കിലുമൊക്കെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ചാടിക്കയറി ആ മുറിവ് ഉണങ്ങിയത് കൊണ്ട് പിന്നീട് അതിൽ ചെന്ന് കുത്തില്ല. നിങ്ങളുടെ നെറ്റിയിലൊരു മുറിവുണ്ടെന്ന് വെച്ചോളൂ, പഴുത്ത് പാകപ്പെട്ട് നിൽക്കുകയാണ്. ആ മുറിവിൽ നിങ്ങൾക്ക്
ആരെങ്കിലും വന്നിട്ട് മെല്ലെ തൊട്ടാൽ മതി, നല്ല പെയിൻ ആയിരിക്കും. കാരണം എന്താ, ഉണങ്ങാത്ത മുറിവാണ്. ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്, പല ആൾക്കാരുടെയും ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി നല്ല പെയിൻഫുൾ ആയിട്ടുള്ള മുറിവുകളുമായിട്ട് നിൽക്കുന്ന, ഒരു മുറിവിനാൽ നിറഞ്ഞു നിൽക്കുന്ന, ഒരുപാട് വേദനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു ഇന്നർ ചൈൽഡാണ്, കുട്ടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു അഡൽട്ടിൽ ഈ ഒരു വലിയ പ്രായപൂർത്തിയായിട്ടുള്ള വലിയൊരാളായിട്ട് നിൽക്കുന്ന 10-30 അല്ലെങ്കിൽ 25 വയസ്സ് പ്രായം, അല്ലെങ്കിൽ 40-50 വയസ്സ് പ്രായത്തിൽ പോലും നമ്മൾ കേൾക്കുന്ന വാക്കുകൾ ആ ഉണങ്ങാത്ത മുറിവുള്ള കുട്ടിയുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ആ കുട്ടിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, മനസ്സിലാണ്ടോ? കൂർത്ത അമ്പുകളായിട്ട് എന്ത് ചെയ്യണം, ആ മുറിവിൽ ചെന്നിട്ട് പതിക്കുക. നല്ല പെയിനായിരിക്കും. പക്ഷെ ആ കുട്ടി നല്ല ഹീലായി, ഉഷാറായി, ഒരു പ്രശ്നങ്ങളില്ല, മുറിവില്ല, ഒന്നുമില്ല, എല്ലാം ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്, പീസ്ഫുൾ ആണ്, സേഫാണ്. അത് നമ്മൾ ആ ഹീലിംഗ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവിടെ ചെന്ന് കുത്തില്ല. കാരണം കുത്താൻ അവിടെ മുറിവില്ല. ക്ലിയർ ആണോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്ന് വെച്ചാൽ പീസ്ഫുൾ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. റിയാക്ഷൻസ് ഉണ്ടാവില്ല, റെസ്പോൺസ് ഉണ്ടാവുക. റെസ്പോണ്ട് എന്താ വ്യത്യാസം? റെസ്പോൺസ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ഓഫ് ഇമോഷൻസ് ആൻഡ് ഐഡിയാസ് ആണ് നടക്കുന്നത്. പക്ഷേ മുറിവുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണോ, റിയാക്ഷൻസ് ആണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ഭയം വരും, ഇൻസെക്യൂരിറ്റി വരും, ഫ്രീസ് ആവും, ട്രിഗർ ആവും, പെട്ടെന്ന് ഒച്ചയും ബഹളവും ദേഷ്യവും, കുഞ്ഞുകുട്ടിയെ പോലെ ഭയങ്കര വാശി പിടിക്കും, ആങ്സൈറ്റി കാണിക്കും, പൊസസീവ്നെസ് കാണിക്കും, ഓക്കെ, പേടിക്കും. അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും പേടി വരിക, ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും തളരുന്ന, അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടോ? ഒന്ന് കമന്റ് ചെയ്ത്, യെസ് എന്ന് കമന്റ് ചെയ്യുക, കമന്റ് ആവും, യെസ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും, ഓക്കെ. അപ്പോൾ ഒന്ന് കമന്റ് ചെയ്യുക, ഇഷ്മി എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ ഈ ഒരു സംഗതി എന്ത് ചെയ്യാം, നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു മെഡിറ്റേഷൻ ശരിക്കും ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ടൂളാണ്. നിങ്ങൾക്ക് അറിയാവും അല്ലേ? അപ്പോൾ ഇതിനായിട്ടൊരു പ്രാക്ടീസ് ഉണ്ട്, ഓക്കെ. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമുക്ക് പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ജസ്റ്റ് ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഓൺ RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ RE. ആർ യു റെഡി? ഹലോ, എല്ലാവരും ഓക്കെ. മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല തണുപ്പാണ്, നല്ല മഴയാണെന്ന് വിചാരിച്ചിട്ട് റിലാക്സ് ചെയ്ത് കിടന്നുറങ്ങുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ ഉറങ്ങുകയാണ്. ഇപ്പോൾ കുറച്ച് പേര് നമ്മുടെ മോർണിംഗ് സെഷനിൽ പങ്കെടുക്കുന്നുള്ളൂ. ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല മഴയൊക്കെ ആസ്വദിച്ച് നമ്മുടെ പഴയ സ്റ്റുഡൻസ് എല്ലാം എൻജോയ് ചെയ്ത് ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. എനിവേ, സോ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ടാപ്പിംഗ്, ജസ്റ്റ് എന്ത് ചെയ്യുക, ടാപ്പിംഗ് കൊടുക്കുക. ടാപ്പ് ചെയ്തിട്ട് നമ്മളുടെ സ്ക്രീനിൽ നമ്മുടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഐബ്രോ പോയിന്റിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്യുക. ഓക്കെ, അതിന് മുൻപ് എന്ത് സെറ്റപ്പ് ടാപ്പ് ചെയ്യാം കേട്ടോ. സെറ്റപ്പ് ടാപ്പ് എന്ന് വെച്ചാൽ ഐ ഓൾവേസ് ഫീൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ്. ഞാൻ വേണ്ടത്ര, എല്ലായ്പ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ പോരാ, ഞാൻ നല്ലതല്ല. ഈ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്. ഓക്കെ, ഈ ഒരു ഫീലിംഗ് എനിക്കുണ്ടെന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. 10 എത്രയുണ്ട് അതിലൊരു ഇമോഷൻ, വിഷമം ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളോട് വെച്ചാൽ ടോപ്പ് ഓഫ് ദാറ്റിൽ ടാപ്പ് ചെയ്യുക. ഈവൻ ദോ ഐ ഓൾവേസ് ഫീൽ ലൈക്ക് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, maybe I learned that early in life. I deeply and completely love and accept myself. Even though എനിക്ക് ഞാൻ പോരാ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടെങ്കിൽ പോലും, മേ ബി ഞാനത് ചെറുപ്പത്തിൽ
പഠിച്ചെടുത്തതായിരിക്കാം ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോട്ട് എൻ്റെ ഉള്ളിൽ കയറിയത് ചെറുപ്പകാലത്തായിരിക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും സത്യസന്ധമായും ആത്മാർത്ഥമായും അഗാധമായും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ. അടുത്തത് ഐബ്രോ പാനൽ ടാപ്പ് ചെയ്യുക, എന്നിട്ട് പറയാം ഐ നെവർ ഫീൽ ഗുഡ് ഇനഫ്. ഐ നെവർ ഫീൽ ഗുഡ് ഇനഫ്. ഞാൻ എത്രയാണ്, ഒരിക്കലും എനിക്ക് ഞാൻ പോരാ എന്നേ തോന്നിയിട്ടുള്ളൂ. ഞാൻ പോരാ, ഞാൻ ഓക്കെ അല്ല, ഞാൻ പോരാ, ഞാൻ ഓക്കെ അല്ല. സൈഡ് ഓഫ് ദ ഐസിൽ ടാപ്പ് ചെയ്യുക. ഇത് ഞാൻ എവിടെയോ പഠിച്ചതാണ്. ഐ ലേൺ ദിസ് സംവെയർ. ഇതെപ്പോഴോ എൻ്റെ കൂടെ കൂടിയതാണ്. എന്നോ ഒരു ഘട്ടത്തിൽ എൻ്റെ ലൈഫിൽ കൂടെ കൂടിയതാണ്. എനിക്കിതറിയില്ല. ഓക്കെ. അണ്ടർ ദ ഐസിൽ ടാപ്പ് ചെയ്യുക. മേ ബി ഫ്രം സംതിങ് ഹാപ്പൻഡ് വെൻ ഐ വാസ് ലിറ്റിൽ. ഞാൻ കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്ത് സംഭവിച്ചതായിരിക്കാം. എനിക്കറിയില്ല. എന്തായാലും ഇത് സംഭവിച്ചിട്ട് എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അണ്ടർ ദ നോസ്. ഐ ഓൾവേസ് ട്രൈ ടു പ്രൂവ് മൈ വർത്ത്. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ വർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാ? എനിക്കെന്തോ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരുടെ മുൻപിൽ നല്ലൊരു ഇമേജ് കിട്ടണം. അതെന്തിനാണ്? എനിക്ക് അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കെഞ്ചുകയാണ് ഞാൻ. എൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു മോന് അല്ലെങ്കിൽ കുഞ്ഞു മോള് സ്നേഹത്തിന് വേണ്ടിയിട്ട് കെഞ്ചുന്നതാണ്. അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ബട്ട് ഇറ്റ് നെവർ ഫീൽസ് ലൈക്ക് ഇനഫ്. അപ്പോൾ ഇതെത്ര ഞാൻ അങ്ങനെ ചെയ്താലും, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എത്ര പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും, പല ജോലി ചെയ്തിട്ടാകാം, പല രീതിയിലായിരിക്കാം, പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ചിട്ടായിരിക്കാം, നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടായിരിക്കാം, നല്ല സൗന്ദര്യം അതെൻ്റെ ഭർത്താവിൻ്റെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ അടുത്തായിരിക്കാം. ഞാനൊരു നല്ല വ്യക്തിയാകാൻ വേണ്ടി ശ്രമിച്ചു, മാതാപിതാക്കളുടെ മുമ്പിലാവാം. പക്ഷെ എത്ര ശ്രമിച്ചാലും അതൊരു മതി വരാത്ത പോലെ, അവരൊന്നും അംഗീകരിക്കാത്ത പോലെ, എന്നിട്ടൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അടുത്ത കോളർ ബോൺ. വാട്ട് ഇഫ് ദാറ്റ് വാസ് നെവർ മൈ ട്രൂത്ത്? ചിലപ്പോൾ അതായിരിക്കില്ല എൻ്റെ സത്യം. ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഈ ഒരു സംഗതി, ആ ഒരു എൻ്റെ ഉള്ളിലുള്ള യങ്ങർ സെൽഫ്, ആ കുഞ്ഞുകുട്ടി പോരാ എന്നുള്ള വിശ്വസിക്കാൻ ചില കാരണങ്ങളുണ്ടാകാം, ചില സംഭവങ്ങളുണ്ടാകാം. ആ സംഭവം അതൊരു ഇൻസിഡൻറ്റിൽ നിന്ന് വന്നായിരിക്കാം, എന്തെങ്കിലും ഒരു വിഷമാവസ്ഥയിൽ നിന്ന് വന്നായിരിക്കാം, അല്ലെങ്കിൽ പല ഘട്ടത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വന്നായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇപ്പോഴും കരഞ്ഞിട്ടാണ് ഉള്ളത്. അണ്ടർ ദ ആൻസറുടെ ആ കുട്ടിക്ക് എന്തുകൊണ്ട് അന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് ഇന്ന് കൊടുത്തുകൂടാ? ഓക്കെ, ഞാൻ സ്നേഹം കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ആ പഴയ സ്റ്റോറി ഞാൻ വിട്ടുകളയുന്നു. ഐ ചൂസ് ടു ലെറ്റ് ഗോ ദാറ്റ് ഓൾഡ് സ്റ്റോറി. ഐ ആം ഇനഫ്. I am perfect the way I am. I love myself. I accept myself. I forgive myself completely, genuinely, sincerely, deeply. I am calm. I am relaxed. I love myself. പതിയെ കൈകളും കൂട്ടിക്കിരുന്നത്. ഓക്കെ, ഇവിടുന്ന് റിലാക്സ് ചെയ്യാം. ഓക്കെ, റെഡി? ഹൗ ഡു യു ഫീൽ നൗ? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഒന്ന് പറയാമോ? രത്ന, നിസാർ, രത്നം, തോഫീൽ. വാട്ട് ഈസ് യുവർ ഫീലിംഗ്? പറയൂ. അടിപൊളിയാണ് സാർ.
കേൾക്കുന്നില്ല നിങ്ങൾ പറയുന്നത്. ഷഹീർ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. മൈക്ക് അടുപ്പിച്ച് പിടിക്കാവോ? കേൾക്കുന്നില്ല. ഓക്കെ, എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾക്ക്, മൈക്കിന് എന്തോ പ്രശ്നമുണ്ടോ? ഓക്കെ, ഹൗ വാസ് ഇറ്റ്? ഒന്ന് കമന്റ് ചെയ്യാവോ? ഓരോരുത്തരും ഒന്ന് കമന്റ് ചെയ്യാവോ? കേൾക്കാമോ? യെസ്, കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. നല്ല ഒരു നെഗറ്റീവ് തോട്ട്സ് ഒക്കെ റിമൂവ് ആയി പോയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊരു തോട്ട്സ് വന്നിട്ടുണ്ട്. പുതിയൊരു വ്യക്തിയായി മാറിയത് തോന്നുന്നുണ്ട് സാർ. സോ ദാറ്റ്സ് കോൾഡ്, നിങ്ങളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് നമ്മളിപ്പോൾ ചെയ്തൊരു സാമ്പിൾ ആണിത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നർ ചൈൽഡ് ഹീലിംഗ് ശരിക്കും ചെയ്യണം, എന്നിട്ട് നല്ല രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ലൈഫ് കംപ്ലീറ്റ്ലി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരാം. വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ കോഴ്സ് ചെയ്യാം. എല്ലാവരോടും പറയുന്നത്. അപ്പോൾ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ 4 കോഴ്സസ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ കോഴ്സിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ എടുക്കാനുള്ള ടോപ്പിക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ അഗെയിൻ. ഓക്കെ, ചില ആൾക്കാർക്ക് റിലാക്സേഷൻ ഫീൽ ചെയ്തു. എല്ലാവരും ചെയ്തോ? ആരൊക്കെ ചെയ്തു? നിങ്ങളത് എല്ലാവരും വീഡിയോയിൽ ഒരാളെ പോലും കാണുന്നില്ല. പ്ലീസ് ബി ഇൻ വീഡിയോ. ഞാൻ മാത്രമേ വീഡിയോ ഉള്ളൂ. പ്ലീസ് ബി ഇൻ വീഡിയോ. സോ ഇഫ് യു ആർ ഹിയർ ഇൻ വീഡിയോസ് ദെൻ വി ക്യാൻ ഹാവ് എ കമ്മ്യൂണിക്കേഷൻ. ഞാനിപ്പോൾ ആരോടാ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ഒറിജിനലായിട്ടുണ്ടോ? ആത്മാക്കളാണോ? ജീവനോടെ ഉണ്ടോ? ആർ യു ഗൈസ് ഹിയർ? ഓക്കെ, പ്ലീസ് ബി ഹിയർ. ഓക്കെ, ജീവനോടെ ഉണ്ടല്ലോ സുബേദ മാം. ഓക്കെ, വെരി ഗുഡ്. പല ആൾക്കാർക്കും കറണ്ട് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? അവിടെ ഇതൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വെരി ഗുഡ്. അവിടെ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ പറഞ്ഞു വന്നെന്താ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് കമന്റ് ഓൺ മീ. ചെയ്ത ആൾക്കാർ എത്ര ആൾക്കാർ ചെയ്ത് നോക്കാൻ. ചില ആൾക്കാരൊക്കെ ഒന്നും ചെയ്തിട്ടേ ഇല്ല, ചുമ്മാ കേട്ടിരിക്കുകയായിരുന്നു. എത്ര ആൾക്കാർ ക്രിപ്റ്റോ കിട്ട് ചെയ്തു? ഓക്കെ, വെരി ഗുഡ്. ഷാബ് ചെയ്തു, ഇസ്മ ചെയ്തു, സൽമ ചെയ്തു, ഷൈനി ചെയ്തു, സലീന ചെയ്തു, വെരി ഗുഡ്. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ചോദിച്ച് നിങ്ങൾ ആരും കമന്റ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളുടെ ഫീലിങ്സ് ചോദിച്ചല്ലോ, അപ്പോൾ നിങ്ങൾ ഫീലിങ്സുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. മിനി ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. സുഹറ ചെയ്തു. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് ഒന്ന് പറയാമോ? നമുക്കിന്ന് ഇന്ററാക്ട് ചെയ്യാം. വാട്ട് വാസ് യുവർ ഫീലിംഗ്? നിങ്ങൾക്ക് റിലാക്സ് ചെയ്തു എന്ന് പറഞ്ഞ ചില ആൾക്കാർ. ഷഹീറോട് പറഞ്ഞോളൂ. ഓക്കെ, ഗുഡ് ഫീൽ വന്നു സുബേദ. ഓക്കെ, ഗുഡ് ഫീൽ. ഓക്കെ, സഫാന എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോളൂ. ഷൈനി, ഗുഡ് ഫീൽ. ഓക്കെ, അപ്പോ ആക്ച്വലി ആ ഒരു റിലാക്സേഷൻ ഉണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി, ഈ ഒരു ഹീലിങ്ങിന് പുറമെ നമ്മൾ അതിൽ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ അഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇതിന് പുറമെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. സോ ഐ എം നോ ലോങ്ങർ ദാറ്റ് ചൈൽഡ്. അഫർമേഷൻ, റീഫ്രെയിം ആൻഡ് വിഷ്വലൈസേഷൻ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാവുന്ന ഒരു ടൂളാണത്. ഐ എം നോ ലോങ്ങർ ദാറ്റ് ചൈൽഡ്, ഐ ഓണർ ദം. ഓക്കെ, I honor them and I hear them, I love them, but I choose to move forward as my empowered self. ഈ ഒരു വേർഡ് നിങ്ങൾ എന്ത് എഴുതി വെച്ചോളൂ. I'm no longer that child. I honor them, I hear them, I love them, but I choose to move forward as my empowered self. ഇപ്പോൾ ഞാൻ ആ കുട്ടിയല്ല. ആ കുട്ടിയെ ഞാൻ ഓണർ ചെയ്യുന്നു. ആ കുട്ടിയുടെ വിഷമങ്ങളെ, മനസ്സിലാവണ്ട, ബുദ്ധിമുട്ടുകളെ ഞാൻ ഓണർ ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ ആ കുട്ടിയെ സ്നേഹിക്കുന്നു. ഓക്കെ, ബട്ട് ഐ ചൂസ് ടു മൂവ് ഫോർവേഡ് ആസ് മൈ എംപവേർഡ് സെൽഫ്. ഞാൻ മുന്നോട്ട് ഒരു എംപവേർഡ് സെൽഫായിട്ട് മാറുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കുട്ടിയെ ശരിക്കും എന്ത് ചെയ്യുക, മടിയിലേക്ക് ഇരുത്തി നിങ്ങളൊന്ന് സമാധാനിപ്പിച്ച്, നിങ്ങളൊന്ന് കളിപ്പിച്ച്, നിങ്ങളൊന്ന് സ്നേഹം കൊടുത്ത്, ഈ പിക്ചറിൽ കാണുന്ന പോലെ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. കുട്ടിയുടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ആർ യു ഓക്കെ എന്നൊക്കെ ചോദിക്കുക. ഓക്കെ, സോ അതുകൊണ്ട് ഒരു വിഷ്വലൈസേഷൻ ഉണ്ട്. ഇമാജിൻ യുവർ യങ്ങർ സെൽഫ് സ്കെയർഡ്, കൺഫ്യൂസ്ഡ്, ലോൺ. ഇത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ കാണേണ്ടത്, മനസ്സിൽ കാണേണ്ടത്, പേടിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ലോൺലി ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നാച്ചുറലി വരിക ചെയ്യാം. ആ ഒരു വിഷ്വലൈസേഷൻ ശരിക്കും കാണുക, വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന നിങ്ങളെ. ഓക്കെ,
ആൻഡ് നൗ ഇമാജിൻ ഗിവിംഗ് ദം എ ഹഗ്. ഒരു നല്ലൊരു കെട്ടിപ്പിടിച്ചൊരു ഹഗ് കൊടുക്കുക. എന്നിട്ട് പറയാന്ന് വെച്ചാൽ യു ആർ ലവ്ഡ്, യു ആർ സേഫ്, യു ആർ മാറ്റർ. യു ആർ ലവ്ഡ്, യു ആർ സേഫ്, യു ആർ മാറ്റർ, യു ആർ ബ്യൂട്ടിഫുൾ. ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ആ കുട്ടിയോട്. കെട്ടിപ്പിടിച്ചിട്ട് മടിയിൽ ഇരുത്തിയിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്ത് ഹഗ് ചെയ്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ചേർത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, സോ യു ജസ്റ്റ് കീപ് ടെല്ലിങ് യു ലവ്ഡ്, യു ആർ സേഫ്, യു മാറ്റർ. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്ക് എന്താ വെച്ചാൽ നമ്മളുടെ ഒരു ഹീലിംഗ് അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ കുറേ ദിവസം ചെയ്യേണ്ടി വരും, ഒരുപാട് തവണ ചെയ്യേണ്ടി വരും. കാരണം പല സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് നൽകാനുള്ള ടോപ്പിക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഫർദർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഓക്കെ സാറേ, പറഞ്ഞോളൂ. നമ്മുടെ രാവിലത്തെ വീഡിയോ സെക്ഷനിൽ ആയിഷ മേഡം ഒക്കെ എടുക്കുന്ന അതിൽ രാവിലെ ഒരു ടാപ്പിംഗ് ഉൾപ്പെടുത്താൻ പറ്റുമോ? അതിലോ? അത് തന്നെയല്ലേ പി സെഷൻ, നമ്മളിപ്പോ ടാപ്പിംഗ് ചെയ്തില്ലേ? അല്ല, ഇതിപ്പോ ഒന്നല്ല കിട്ടിയിട്ടില്ലല്ലോ, ദിവസം കിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും വീഡിയോ ക്ലാസ് എന്തായാലും വരികയല്ലോ സാറ്, റിസൾട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനത് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഐ വിൽ ഗൈഡ് യു. ഓക്കെ, 1 minute. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ന് നിങ്ങൾക്ക് കിട്ടിയതുപോലെ സ്ഥിരമായിട്ട് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഞാൻ ചെറിയൊരു കുറച്ച് കാര്യം കൂടെ പറയട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസ്. എന്നിട്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വാട്ട് ബിലീഫ് അബൌട്ട് യുവർ സെൽഫ് സ്റ്റാർട്ടഡ് വെൻ യു ആർ എ ചൈൽഡ്. നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. വാട്ട് ബിലീഫ് അബൌട്ട് യുവർ സെൽഫ് സ്റ്റാർട്ടഡ് വെൻ യു ആർ എ ചൈൽഡ്. കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വന്നിട്ടുള്ള ഇമോഷൻസ് എന്താ, ഫീലിങ്സ് എന്താ, ഈ ഒരു ടാപ്പിങ്ങിൻ്റെ ഇടയിൽ അത് ചോദിക്കാൻ പറ്റും. ഓക്കെ, നമുക്കത് എന്ത് ചെയ്യാം, നമ്മളോട് ചോദിക്കാം. ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചോദിക്കാം, നമ്മളോട് തന്നെ ചോദിക്കാം, നമുക്ക് എന്ത് ഫീലിംഗ് ആണ് ഫീൽ ചെയ്യുന്നത്. ആ കുഞ്ഞു കുട്ടിയോട് ചോദിക്കാം, മോനെ എന്ത് ഫീലാണ്, അല്ലെങ്കിൽ മോളെ എന്ത് ഫീലാണ്, എന്താണ് ഫീലിംഗ്. ഓക്കെ, അപ്പോൾ തന്നെ ആ കുട്ടി തന്നെ പറയാൻ തുടങ്ങും, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ പോരാ. അപ്പം അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ആരും സ്നേഹിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. ഇത് മനസ്സ് തുറന്ന് നമ്മളിത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പം നമുക്ക് ലോജിക്കലി നമുക്കിതിനെ ഡീൽ ചെയ്യാൻ കഴിയില്ല. ഇമോഷൻസ് ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങും, സങ്കടവും വിഷമവും ഒക്കെ വരാൻ തുടങ്ങും. ആൻഡ് ഹൂസ് വോയിസ്, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഹൂസ് വോയിസ് ഡു യു സ്റ്റിൽ ക്യാരി ഇൻസൈഡ് യുവർ ഹെഡ്. ആരാണ് നിങ്ങളെ ഇങ്ങനെ മോനെ വിഷമിപ്പിച്ചത്, അല്ലെങ്കിൽ മോളെ വിഷമിപ്പിച്ചത്? ആരെയാണ് മോൾക്ക് ഭയം? ആരെയാണ് മോന് ഭയം? ആരെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് കണ്ടത്? ആരുടെ സ്നേഹം കിട്ടാത്തത്? ആരാണ് സ്നേഹിക്കാത്തത്? അപ്പം ആ കുട്ടി തന്നെ ആൻസർ പറയുന്നത് ആരാണ്, എന്താന്നൊക്കെ. അപ്പൊ ഇപ്പോ എന്നിട്ട് പിന്നെ ചോദിക്കുക, പിന്നെ സ്വയം ചോദിക്കുക, ആ ഒരു മനസ്സിലാവണ്ട, ചോദിക്കുക ഹൗ, ഈ ഒരു എന്താ പറയുക, വീണ്ടും ചോദിക്കുക, ഈ ഒരു അവസ്ഥ അഡൽട്ട് ലൈഫിൽ, അതായത് പ്രായപൂർത്തി വലുതായതിനു ശേഷം ഇപ്പോഴും നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് അത് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴുള്ള നിങ്ങളോട് നിങ്ങൾ ചോദിക്കുക. എന്നിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ ചോദ്യങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങളൊക്കെ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കുക. ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ, ഇപ്പോൾ ടാപ്പിംഗ് സ്ഥിരമായിട്ട് കിട്ടണമെന്ന് പറഞ്ഞ ഒരാൾ, അപ്പോൾ ഇത് ശരിക്കും ഇൻഡെപ്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക, ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്, ഡീപ്പ് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ഡീപ്പ് വർക്കാണ്. ഹീലിംഗ് ഡസൻറ്റ് ഹാവ് ടു ബി ഹെവി ഫോർ എവർ. നമുക്ക് ആ ഒരു ഹീലിംഗ് ഹെവി ആവരുത്. ലൈഫ് ടൈം ഹീലിംഗ് മെമ്പർഷിപ്പ് ഉണ്ട് നമ്മളുടെ, സിൽവർ മെമ്പർഷിപ്പാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ 7,999 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് എന്ത് ചെയ്യാം, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഏത് ഹീലിംഗും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും. വി ഡൈവ് ഡീപ്പർ ഇൻ ടു റിലീസിംഗ് ദിസ് റൂട്ട് പാറ്റേൺസ് ത്രൂ എ ഫുൾ 3 ലെവൽ മൈൻഡ് പവർ കോഴ്സ് നമ്മൾ ഇതിന് കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു പ്രോക്കാസ്റ്റിനേഷൻ ബ്രേക്ക് ത്രൂ പ്രോഗ്രാം ഉണ്ട്, അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 മൈൻഡ് പവർ കോഴ്സും പുറമെ EFTയുടെ ലൈഫ് മാസ്റ്ററി കോഴ്സും ഇതിൻ്റെ കൂടെ ഫ്രീ ആണ്. അതാണ് ലൈഫ് ടൈം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. EFT ലൈഫ് മാസ്റ്ററി കോഴ്സ്. അപ്പോൾ EFT കോഴ്സും പ്ലസ് 3 മൈൻഡ് പവർ കോഴ്സും കൂടെ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട്
നമ്മളിത് ചെയ്യുന്നുണ്ട്. പ്രോക്രാസ്റ്റിനേഷൻ കോഴ്സ് വേറെയും ചെയ്യുന്നുണ്ട്. അതായത് നീട്ടിവെക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള കോഴ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അതല്ല, നിങ്ങൾ ആകെ എന്താ ചെയ്യേണ്ടത്, വാട്സാപ്പിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. 8086880780 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. നിങ്ങൾ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ കോൾ ചെയ്യും, കറക്റ്റായിട്ട് കാര്യങ്ങൾ സംഗതികളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇമോഷൻസ് സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നിങ്ങൾ എന്താ വേണ്ടത്, നിങ്ങൾക്കൊരു കറക്റ്റ് ഗൈഡൻസ് വേണം. ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് നിങ്ങളുടെ കൂടെ ആരുണ്ടാകും, ഒരു മെൻറ്റർ ഉണ്ടാകും. ഇവരാണ് നിങ്ങളുടെ ഒരു മാസത്തിനുള്ള ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ശരിക്കും നടത്തി തരും. ഓക്കെ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടത്തും. അതേപോലെ തന്നെ നിങ്ങളുടെ പെയിൻ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും, നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ പീസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു ക്യാരക്ടറുള്ള, ദേഷ്യമൊക്കെ വളരെ കുറവുള്ള, കാമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് പുതിയൊരു ലൈഫ് ലക്ഷ്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ആ ലെവലിലേക്ക് വരാൻ നിങ്ങളെ ഈ ഒരു കോഴ്സ് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പം അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഉടൻ തന്നെ എന്ത് ചെയ്യാം, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ഉണ്ടാവും, ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുന്നത് 7990 രൂപയാണ്. ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യുക. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ്, ബാച്ച് വൈസ്ഡ് അല്ല, ഗ്രൂപ്പ് വൈസ്ഡ് അല്ല. നിങ്ങൾക്ക് പേഴ്സണലി ആണ് ഓരോ സെഷൻസും എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസ് എല്ലാം ലഭിക്കും. അതേപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള സെഷൻസും ഉണ്ടാകും. അൺലിമിറ്റഡ് മെമ്പർഷിപ്പാണ്, ലൈഫ് ടൈം മെമ്പർഷിപ്പാണ്. നിങ്ങൾ വൺസ് ഒരു പ്രാവശ്യം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബാച്ചിലും ഓരോ സെഷനിലും ഓരോ ആഴ്ചയിലും വരുന്ന പുതിയ അപ്ഡേറ്റുകളൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നു. ആ അപ്ഡേഷൻസ് ഒക്കെ ഓൾറെഡി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് ബുക്കുകൾ, മറ്റുള്ള കാര്യങ്ങൾ, സംഗതികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1-to-1 സെഷനാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ഹീലറെ നമ്മൾ നൽകും. എന്നിട്ട് ആ ഹീലർ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു മാസം നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ പ്രോബ്ലംസ് എടുത്ത് ഹീൽ ചെയ്ത് നിങ്ങളെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. ഇറ്റ്സ് ആൻ അമേസിംഗ് പ്രോഗ്രാം. കം ആൻഡ് ജോയിൻ ആൻഡ് ഇറ്റ് വിൽ ബി എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഫോർ യു. അതിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ 12 ദിവസത്തെ ക്ലാസ്സസ് ഉണ്ടാകും. 12 ദിവസത്തെ ക്ലാസ്സസ് ഡിഫറെൻറ്റ് ടോപ്പിക്സിലായിട്ടുണ്ടാകും. അത് എസ്പെഷ്യലി നിങ്ങൾക്ക് EFT എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടാപ്പിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കുന്നത്, അതെല്ലാം അതിൽ പറയുന്നുണ്ട്. സോ ഇതാണ് ഇതിനുള്ളൊരു വഴി എന്ന് പറയുന്നത്. ഷഹീർ ഭായ്, കം ആൻഡ് ജോയിൻ ദാറ്റ് മെമ്പർഷിപ്പിലേക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ എടുത്താൽ മതി. 7990 രൂപയുള്ളൂ. ഒറ്റ പ്രാവശ്യം എടുക്കുക, അതിലേക്ക് വരിക, നിങ്ങൾ എന്ത് കറക്റ്റായിട്ട് എന്ത് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകും. ഓക്കെ. സോ എന്നാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സെലീന ചോദിക്കുന്നു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നാണോ, നിങ്ങൾ ഇന്നിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്. അത് ഇൻഡിവിജ്വൽ ആണ് ക്ലാസ്സസ്, മനസ്സിലാവുണ്ടോ? ഗ്രൂപ്പ് അങ്ങനെയല്ല, ബാച്ച് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ക്ലാസ് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ലൈവ് സെഷൻസ് വരുന്നത് ചൊവ്വാഴ്ചയാണ്. ഓക്കെ, ഫസ്റ്റ് ലൈവ് സെഷൻ. പക്ഷേ അതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സും അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ടീമിൻ്റെ 1-to-1 കോള്, അതേപോലെ തന്നെ അവർ നിങ്ങൾ കോൾ ചെയ്യും. അതേപോലെ തന്നെ അവർ നിങ്ങൾ ഓൺബോർഡിംഗ് പ്രോസസ്സ് ഉണ്ടാകും, നിങ്ങളുടെ ഡാറ്റ കളക്ഷൻ ഉണ്ടാകും, നിങ്ങളുടെ പ്രോബ്ലംസ് കേൾക്കൽ തുടങ്ങും. ഇങ്ങനെ കോഴ്സ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സെഷൻസ് ഈ പറഞ്ഞിരിക്കുന്ന ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ 2 സെഷൻസ് ആയിട്ട് 12 സെഷൻസ് ഉണ്ടാകും. പ്ലസ് പുറമെ ഓൾറെഡി നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടും കുറച്ച് ക്ലാസ്സുകൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കേൾക്കാനുണ്ടാകും. ആ ക്ലാസ്സസും അതെന്ന് വെച്ചാൽ കോഴ്സിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്ലാസ്സസ് നിങ്ങൾക്ക് നൽകും. അങ്ങനെ ഇൻറ്റൻസ് ആയിട്ടുള്ള കോച്ചിങ് ഇമ്മീഡിയറ്റ്ലി ആരംഭിക്കും. വൺസ് നിങ്ങൾ മെമ്പറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ടൈം മെമ്പർഷിപ്പാണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും ഹീലിങ്ങും സംഗതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. ആ ഹീലിങ്ങിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു പുതിയ വിഷൻ, പുതിയ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വരിക. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ടൈമിംഗ് വരുന്നത് എല്ലാ ദിവസവും ഈവനിങ് 7:30-ക്കാണ്. ഓക്കെ, നമ്മളുടെ പിന്നെ റെക്കോർഡ്സ് ക്ലാസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. പിന്നെ നിങ്ങളുടെ 1-to-1 കോച്ചിങ് ആൻഡ് ഹീലിംഗ് വരുന്നത് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിന് നിങ്ങളുടെ മെൻറ്ററുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ടൈം സെറ്റ് ചെയ്യുക. അപ്പം എല്ലാം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണ്. നമുക്ക് പിന്നെ ലൈവ് സെഷൻസ് വരുന്ന സമയത്ത് മാത്രമാണ് ഈവനിങ്ങിൽ 7:30, അതേപോലെ തന്നെ ഹീലിങ്ങും ഈവനിങ്ങിൽ 7:30 വരുന്നത്. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. പങ്കെടുക്കാൻ താല്പര്യമുള്ള സെലീന ഒരു കാര്യം. സെലീന എവിടെ സ്ഥലം, എന്താ ചെയ്യുന്നത്, നിലവിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാം സെലീന? ഓക്കെ,
നിലവിൽ എന്തെങ്കിലും നിങ്ങൾ ഓൾറെഡി പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ചോയ്സ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പ്രോഗ്രാമിലേക്ക് വരിക, ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിന് വർക്ക് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരത് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഷെയർ ചെയ്യാം. ഓക്കെ, വാട്ട് ഐ വിൽ ഡു ഇസ് ലൈക്ക് ഐ വിൽ ക്രിയേറ്റ് എ ഗ്രൂപ്പ്. ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം ലൈവായിട്ട് ഇപ്പോൾ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ അതെടുത്തിട്ട് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ആ ഗ്രൂപ്പുകളിലേക്ക്. ഓക്കെ ഓക്കെ, ന്യൂ ഗ്രൂപ്പ്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. PDF ഞാൻ പോസ്റ്റ് ചെയ്യും, നിങ്ങളത് എടുത്തിട്ട് എന്തിനും ഉപയോഗിക്കണം. ഓക്കെ, ഗ്രൂപ്പിന്റെ ലിങ്ക് ജസ്റ്റ് ക്രിയേറ്റ് ഗ്രൂപ്പ് ലിങ്ക്. ഓക്കെ, ഞാനിവിടെ ചാറ്റിൽ അത് പോസ്റ്റ് ചെയ്യാം, ഗ്രൂപ്പിന്റെ ലിങ്ക്. നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് എന്ത് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ശ്രമിക്കുക. ഓക്കെ, വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗ്രൂപ്പിൽ ആ ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്തോളൂ, ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ജോയിൻ ചെയ്യുക, ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഞാനിപ്പോൾ ചാറ്റിലിട്ടിരിക്കുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെയിം ലിങ്ക് തന്നെയാണ് ഞാൻ വീണ്ടും കോപ്പി ചെയ്തെന്നുള്ളൂ, പേസ്റ്റ് ചെയ്തെന്നുള്ളൂ. എല്ലാവരും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാനുള്ള, ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് ചെയ്യാനുള്ള കഴിഞ്ഞ സെഷൻ്റെയും ഇന്നത്തെ സെഷൻ്റെയും ഒക്കെ വർക്ക് ബുക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് എന്ത് ചെയ്യും, ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിൽ ഉപയോഗിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, ക്ലാരിറ്റി കിട്ടും, എന്താണ് ഏതാണെന്നുള്ളതൊക്കെ. ഓക്കെ, വെരി ഗുഡ്. യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്, ഫാന്റാസ്റ്റിക്. FJ ജോയിൻ ചെയ്തു, അതേപോലെ തന്നെ വെരി ഗുഡ്, ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ. കുറച്ച് ആൾക്കാർ ഇനിയും ജോയിൻ ചെയ്യാനുണ്ട്, ജോയിൻ ചെയ്തോളൂ. ആ ഒരു വർക്ക് ബുക്ക് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആവും. മാക്സിമം നല്ല ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, കഴിഞ്ഞ ദിവസം വർക്ക് ബുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. All right. Thank you everyone for joining and be active. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ, എന്നിട്ട് ജോയിൻ ചെയ്തോളൂ. ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചാറ്റ് അവസാനിപ്പിച്ച പിന്നെ ലിങ്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക്. വർക്ക് ബുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ജോയ്സൺ, ഷഹീർ, എല്ലാവരും എന്ത് ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് വർക്ക് ബുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ആ വർക്ക് ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ എക്സ്ട്രാ അഡീഷണലി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ എവിടെയാണ് പെയിൻ സ്റ്റോർ ചെയ്ത് കിടക്കുന്നത് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ AI ലിങ്കുകൾ, AIയുടെ ലിങ്ക്, നമ്മൾ ഉപയോഗിക്കുന്ന റൂട്ട് കോസ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള AIയുടെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണോ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ റൂട്ട് കോസ് കണ്ടെത്തണം. അപ്പോൾ അതിനൊരു AI ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും അതിലേക്ക് ജോയിൻ ചെയ്തോളൂ. അസ്ന, സൽമ, ഗംഗ, റിയാസ് ബാബു, എല്ലാവരും ചെയ്തോ? മുംതാസ്, ഷബ്ന മുനീർ, ലൈക്ക് everyone please join there. അബ്ദുൽ ഖാദർ, അഫ്ല, എന്തൊക്കെയുണ്ട് വിശേഷം? അബ്ദുൽ ഖാദർ, വിശേഷം സുഖാണോ? സബീഷ് സൈമൺ, ഓക്കെ. താഹിർ റഫീഖ്, അംലി, ഐഷ, ഓക്കെ. ഫാത്തിമ, നിഷർ, നസൂറ, റെഹാനത്ത്, സൽമ,
ഓക്കെ, പ്ലീസ് സെൻഡ് ദ ലിങ്ക് അഗെയിൻ. ഞാൻ ലിങ്ക് ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലിങ്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വീണ്ടും സെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, അതിലേക്ക് ജോയിൻ ചെയ്യുക. ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. യെസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എത്ര പേരായിട്ടെന്നുള്ളത് ഞാൻ നോക്കാം. ജസ്റ്റ് ചെക്ക് ഹൗ മെനി മെമ്പേഴ്സ് ആർ ദേർ. 34 പേര് ജോയിൻ ചെയ്തു. ഇനിയും കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യാനുണ്ട്. പ്ലീസ് ജോയിൻ സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ദ ലിങ്ക്. ഓക്കെ, നമ്മുടെ ഈ ഒരു മോർണിംഗ് ക്ലാസ്സിലുള്ള ആൾക്കാർക്ക്, സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്ന ബെനിഫിറ്റ്സുകളാണ് ഇതൊക്കെ. ഇത് നമ്മൾ ഗ്രൂപ്പിൽ വേറെ ഷെയർ ചെയ്യില്ല. ഈ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ പ്രൊവൈഡ് ദ PDF വർക്ക് ബുക്ക്. അത് എടുക്കുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഒരു പെയ്ഡ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിൽ ഈ വർക്ക് ബുക്ക് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു പാർട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ഈ വർക്ക് ബുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ശരത്ത് മേ ബി ഹി വിൽ ബി ലൈക്ക് പോസ്റ്റിംഗ് ഇറ്റ്. ഐ വിൽ അപ്ഡേറ്റ് ഹിം. ശരത്തിനോടത് പോസ്റ്റ് ചെയ്യാൻ പറയാം. നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി ആ ഒരു പാർട്ട് വേണമെന്ന് പറഞ്ഞിട്ട്, എങ്ങനെയാണ് ഈ വർക്ക് ബുക്ക് ചെയ്യുക എന്നുള്ളത് വേണമെന്ന് പറഞ്ഞിട്ട്. ഓൾറൈറ്റ്, അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വൈകുന്നുണ്ടോ? ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വൈകുന്നുണ്ടെങ്കിൽ ചാറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. ഏകദേശം ഇപ്പോൾ നമുക്ക് 37 പേരായി. ഓക്കെ, ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? ഡിഡ് യു എൻജോയ്? ഡിഡ് യു ലേൺ എനിത്തിങ് ന്യൂ? പുതുതായിട്ട് എന്തെങ്കിലും പഠിച്ചോ? പുതുതായിട്ട് എന്തെങ്കിലും പഠിച്ചോ? യെസ്, ഹലോ, യെസ്. എന്താണ് പഠിച്ചിട്ടുള്ളത്? എങ്ങനെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടത്തണം എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ അത് കറക്റ്റായിട്ട് ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായം ഉണ്ടാകുന്നതാണ് നല്ലത്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ സ്വയം ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും, പക്ഷേ തുടക്കത്തിൽ. അപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ വെച്ചാൽ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളും കുട്ടിയും ഒന്നായി മാറരുത്. അതായത് കുട്ടിയുടെ ട്രോമ നമ്മളെ ബാധിക്കരുത് ഇത് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ശരിക്കും ഒരാളുടെ ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇത്. ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ആണ്. അപ്പോൾ ഒന്നായി കഴിഞ്ഞാൽ റീട്രോമറ്റൈസേഷൻ നടക്കും. വീണ്ടും അതൊരു ട്രോമയായിട്ട് വീണ്ടും ഉള്ളിലേക്ക് വീണ്ടും സ്ട്രോങ് ആയിട്ട് വരും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ. മറിച്ച് ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ശരിക്കും ഒന്നുകൂടെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളും നിങ്ങളുടെ ആ ഒരു കുട്ടിയെ സെപ്പറേറ്റ് ചെയ്തിട്ട് നിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. കാരണം ചില ഇമോഷൻസ് ഇൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ കുട്ടി കരയുമ്പോഴേക്കുള്ളിലുള്ള ഒരു സങ്കടം കൊണ്ട് വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അത് നമ്മളുടെ സങ്കടമായി നമുക്ക് നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ വരുന്ന സമയത്താണ് സെപ്പറേഷൻ അവിടെ ആവശ്യമാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ചില വേർഡ്സുകളുണ്ട്, ചില സംഗതികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അതൊരു ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും കേട്ടോ. ഓക്കെ, ഷൈൻ പറയുന്നത് എക്സ്ട്രാ എനർജി കിട്ടി. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, സൂപ്പർ, താങ്ക് യു ഷൈൻ. ഓൾ റൈറ്റ്, വൺസ് അഗെയിൻ ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ അതിൽ ജോയിൻ ചെയ്യാം. ഞാൻ അതിൽ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ അവസാനിപ്പിക്കാം. താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓൾ റൈറ്റ്, എല്ലാവരും ജോയിൻ ചെയ്യുന്നു വിചാരിക്കും. താങ്ക് യു എവറി വൺ, ഹാവ് എ ഗ്രേറ്റ് ഡേ. അടിപൊളിയായിട്ട് എന്ത് ഒരു ദിവസം ആരംഭിക്കുക. പുതിയ അറിവുകളായിട്ട് നാളെ വീണ്ടും സെഷൻസ് ഉണ്ടാവും. നാളെ നിങ്ങൾക്കറിയാം സ്പെഷ്യൽ ഡേ ആണ്, സൺഡേ ആണ്. സൺഡേയിൽ എന്താ പ്രത്യേകത? ഇറ്റ്സ് മീ റിയൽ മീ എന്ന് പറഞ്ഞുള്ള സെഷൻ ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം കേട്ടോ. ഓൾ റൈറ്റ്, താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you, sir. യു ആർ വെൽക്കം, താങ്ക് യു.